ഒരു രാജ്യമൊറ്റ തിരഞ്ഞെടുപ്പ് ബില്ല് JPCക്ക് വിട്ടിരിക്കുകയാണ്. 269 പേരാണ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തത്. 198 പേർ ബില്ലിനെ എതിർത്തു. मेरे विचार में निर्णय ना वालों के पक्ष में हुआ जी। अब मतदान नाउ डिवीजन അർജുൻ പീതാംബരൻ ചേരുകയാണ്. അർജുൻ, പാർലമെന്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് ബില്ല്. അത് വോട്ട് എടുപ്പിലേക്ക് എത്തുമ്പോൾ 269 പേർ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തു. 198 പേർ ബില്ലിനെ എതിർത്തു. ഒപ്പം എന്തൊക്കെ പ്രതിഷേധങ്ങൾ, എന്തൊക്കെ നിലപാടുകളാണ് ഭരണപക്ഷത്തിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെ തന്നെ സഭയിലുണ്ടായത്? ഒരു ചർച്ചയില്ലാതെ ബില്ല് JPCക്ക് വിടുന്നതിനെ എതിർത്ത് പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് വോട്ടെടുപ്പിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം ഓം ബിർള സ്പീക്കർ എടുത്തത്. ആദ്യം ശബ്ദ വോട്ടെടുപ്പ് നടത്തി. പക്ഷേ ശബ്ദ വോട്ടെടുപ്പിൽ ഒരു തീരുമാനമായില്ല JPCക്ക് വിടണമെന്നുള്ള കാര്യത്തിൽ. അതിന് പിന്നാലെയാണ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു വോട്ടെടുപ്പ് എടുക്കാമെന്നുള്ള തീരുമാനം നടത്തിയത്. ആദ്യം വോട്ട് ചെയ്യുന്നു. പക്ഷെ ആദ്യം ചെയ്ത വോട്ടെടുപ്പിൽ ചില പിശകുകൾ സംഭവിച്ചു. അതായത് ചില ആളുകൾ രേഖപ്പെടുത്തിയ വോട്ട് അത് കൃത്യമായി വന്നില്ല എന്നുള്ള ആരോപണം ഉയർന്നു. അതിന് പിന്നാലെയാണ് അത്തരത്തിലുള്ളവർക്ക് പേപ്പർ ബാലറ്റ് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം കൂടി തീരുമാനിച്ചതും പിന്നാലെ വീണ്ടും വോട്ടെടുപ്പ് നടത്തിയതും. എന്തായാലും 269 പേർ ഈ ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്നതിൽ അനുകൂലിച്ച് വോട്ട് ചെയ്തു. 198 പേരാണ് എന്തായാലും എതിർത്തിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ ഈ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിക്ക് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ബില്ല്, അതായത് രണ്ട് ബില്ലുകളാണ്. ഒന്ന് ഭരണഘടനാ ഭേദഗതി ബില്ല്, രണ്ടാമത്തേത് കേന്ദ്ര ഭരണപ്രദേശ നിയമ ഭേദഗതി ബില്ല്. ഇത് രണ്ടും വിടാനുള്ള തീരുമാനം, ഒരു പ്രഖ്യാപനം സ്പീക്കർ നടത്തുകയായിരുന്നു. നേരത്തെ കേന്ദ്രമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ ഈ ബില്ല് കേന്ദ്ര മന്ത്രിസഭയുടെ പരിഗണനയ്ക്ക് വന്നപ്പോൾ തന്നെ അത് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടണം, ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം തന്നെ അവിടെ ചർച്ചയാകണമെന്നുള്ള കാര്യം എടുത്തു പറഞ്ഞിരുന്നു. പിന്നാലെ ഈ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയായിട്ടുള്ള അർജുൻ റാം മേഘ്വാലും വ്യക്തമാക്കിയിരുന്നു. അദ്ദേഹം ശുപാർശ ചെയ്തിരുന്നു JPCക്ക് വിടണമെന്നുള്ള. ബില്ലിന് മേൽ നടന്ന പ്രതിഷേധത്തിൽ ഇന്ത്യ സഖ്യം ഒറ്റക്കെട്ടായി സഭയിൽ നിൽക്കുന്നതാണോ കാണാൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഒറ്റക്കെട്ടായി തന്നെ. അത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് എടുത്ത നിലപാടിന് ഒപ്പം ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു പാർലമെന്റിനകത്ത്, ലോക്സഭയ്ക്കകത്ത് കാണാൻ വേണ്ടി സാധിച്ചത്. ബില്ല് പക്ഷെ കൃത്യമായിട്ടുള്ളൊരു ചർച്ച അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ചർച്ച അതിൽ ഉണ്ടായിരുന്നു. സംസാരിച്ച് ആദ്യം MK പ്രേമചന്ദ്രൻ എണീറ്റ് സംസാരിച്ചു. പിന്നാലെ കോൺഗ്രസിന്റെ മനോജ് തിവാരി ആയിരുന്നു സംസാരിച്ചത്. അങ്ങനെ ഓരോ പാർട്ടിയിൽ നിന്നും, അതായത് പ്രതിപക്ഷ നിരയിലെ ഓരോ പാർട്ടിയിൽ നിന്നും ഓരോരുത്തർ, പ്രത്യേകിച്ചും കല്യാൺ ബാനർജി, സുപ്രിയ സുലെ ഉൾപ്പെടെയുള്ളവർ എണീറ്റ് നിന്ന് ബില്ലിനെ എതിർത്തുകൊണ്ട് തന്നെ കൃത്യമായി സംസാരിച്ചു. ഭരണഘടനാ വിരുദ്ധമാണ്, ഇത് ആളുകളുടെ അവകാശത്തിന് മേലുള്ള കയ്യേറ്റമാണ് എന്നുള്ള കാര്യം ആവർത്തിച്ചുകൊണ്ട് കൃത്യമായി പ്രതിപക്ഷ നിരയിലെ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ, അത് തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും സമാജ്വാദി പാർട്ടി ആണെങ്കിലും. അങ്ങനെ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ഭരണഘടനാ ഭേദഗതി ബിൽ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ലോക്സഭയിൽ അവതരിപ്പിച്ചു. ബിൽ ഇപ്പോൾ JPCക്ക് വിട്ടിരിക്കുകയാണ്.